ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 9-ാമത്തെ വചനം. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ശമര്യക്കാരി സ്ത്രീയുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ആ സ്ത്രീയുടെ ആത്മബന്ധത്തിൻ്റെ കഥ ദൈവത്തിൻ്റെ ആത്മാവ് വിവരിച്ചിരിക്കുകയാണ്. നാം 1 മുതലുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഓരോ അധ്യായത്തിലും കർത്താവായ യേശുക്രിസ്തു ഓരോ കുടുംബങ്ങളോട് ഇല്ലെങ്കിൽ ഓരോ വ്യക്തികളോട് വ്യക്തിപരമായി സംസാരിക്കുന്നത് കാണാൻ കഴിയും. 1-ാം അധ്യായത്തിൽ പത്രോസിനെയും അന്ത്രയോസിനെയും ഫിലിപ്പോസിനെയും നഥനയേലിനെയും ഒക്കെ നമ്മൾ കണ്ടു. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണത്തിലെ വീടായിരുന്നു വിഷയമെങ്കിൽ 3-ാമത്തെ അധ്യായത്തിൽ നിക്കോദിമോസ് ആയിരുന്നു. 4-ാം അധ്യായത്തിൽ ശമര്യക്കാരി സ്ത്രീയാണ്. ആ സ്ത്രീയും യേശുക്രിസ്തുവും തമ്മിലുള്ള ആശയവിനിമയം മണിക്കൂറുകൾ നീണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. നാം ഇങ്ങനെ ചിന്തിക്കാം, കേവലം 2, 2.5, 3 മണിക്കൂർ ആ സ്ത്രീ കർത്താവിനോട് ഒരുമിച്ച് ചിലവഴിച്ച് കാണും. പക്ഷേ ആ സ്ത്രീയുടെ ജീവിതത്തിൽ സമൂലമായിരിക്കുന്ന ഒരു മാറ്റമുണ്ടായി. യേശുക്രിസ്തുവുമായിട്ട് വൈകാരികമായി വ്യക്തിപരമായി ആര് അടുക്കുന്നുവോ, യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം ആര് സ്ഥാപിക്കുന്നുവോ അവരുടെ ജീവിതത്തിന് സമൂലമായിരിക്കുന്ന മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഈ സ്ത്രീയെ കാണുവാൻ കർത്താവായ യേശുക്രിസ്തു സുഖാർ എന്ന് പറയുന്ന ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. സുഖാർ എന്ന ശമര്യ പട്ടണത്തിൽ കർത്താവ് പോവുകയാണ്. കാരണം യേശു കർത്താവിന് ആ സ്ത്രീയെ നേടേണ്ടിയിരിക്കുന്നു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ലാതിരുന്നിട്ട് പോലും യേശു കർത്താവ് ആ ശമര്യക്കാരി സ്ത്രീയെ തേടിപ്പോകുന്ന അനുഗ്രഹീത കാഴ്ച. കർത്താവുമായി സംസാരിച്ച സമയം നാം ഓർത്തതുപോലെ വേണമെങ്കിൽ 2, 3, 4 മണിക്കൂറായിരിക്കാം. പക്ഷേ ഈ 4 മണിക്കൂർ കൊണ്ട് ഇല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഈ ശമര്യക്കാരുടെ ജീവിതത്തിൽ സമൂലമായിരിക്കുന്ന ഒരു മാറ്റം ഉണ്ടായി. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിച്ചു. അവളുടെ കാഴ്ചപ്പാടിൽ യേശുവിനെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാട് മാറാനിടയായി. യേശുവിനെക്കുറിച്ചുള്ള അവളുടെ ആശയവിനിമയത്തിൻ്റെ ഗതി മാറാനിടയായി. യേശുവിനെക്കുറിച്ചുള്ള അവളുടെ വിശ്വാസത്തിൻ്റെ ഗതി മാറാനിടയായി. നമുക്ക് നോക്കാം. 9-ാം വചനത്തിൽ വരുമ്പോൾ അവൾ യേശുവിനെ കാണുന്നത് ഒരു യഹൂദനായിട്ട് മാത്രമാണ്. അതാണ് അവിടെ വായിക്കുന്നത്, നീ ഒരു യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത്. യേശുവിൻ്റെ വസ്ത്രധാരണ രീതിയും സംഭാഷണ ശൈലിയും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി, ഇദ്ദേഹം സാധാരണപ്പെട്ട ഒരാളല്ല, അദ്ദേഹം ഒരു യഹൂദനാണ്. അങ്ങനെ കൊണ്ട് ചോദിക്കുകയാണ്, നീ ഒരു യഹൂദനായിരിക്കെ. അവളുടെ കാഴ്ചപ്പാട് യേശു കേവലം ഒരു യഹൂദൻ മാത്രമാണ്. എന്നാൽ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവിടെ ആശയവിനിമയത്തിന് വ്യതിയാനമുണ്ടായി. 11-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ സ്ത്രീ പറയുകയാണ്. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. അവിടെ അവളുടെ കാഴ്ചപ്പാട് മാറി. ഇവൻ കേവലം യഹൂദൻ മാത്രമല്ല, ഇവനൊരു മാസ്റ്ററാണ്, ഗുരുവാണ്, യജമാനനാണ് എന്ന് അവൾക്ക് മനസ്സിലായി. യേശു കർത്താവിൻ്റെ ആശയവിനിമയം അവളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു. 3-ാമതൊരല്പം കൂടെ മാറുകയാണ്. 19-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവൾ പറയുകയാണ്, നീ ഒരു പ്രവാചകൻ. കാരണം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രഹസ്യമായി ഒരാൾ പോലും അറിയാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയപ്പോൾ അവൾ പറയുകയാണ്, അവിടുന്ന് ഒരു പ്രവാചകനാണ്. നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. ഈ കാര്യം കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവൾ പറയുകയാണ്, അല്ലയോ കർത്താവേ, അല്ലയോ യജമാനനെ, അല്ലയോ ഗുരു, അവിടുന്ന് ഒരു പ്രവാചകനാണ്. കാരണം ആരും അറിയാത്ത, ആരും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങ് ഒരു പ്രവാചകനാണ് എന്ന് അവൾ പറയുകയാണ്. 4-മത് അവളുടെ ജീവിതത്തിൽ വീണ്ടും
അല്പം കൂടെ മാറ്റമുണ്ടായി. 29-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവൾ ചെന്ന് മറ്റുള്ളവരോട് സാക്ഷ്യം പറയുകയാണ്. അവൾ പറയുന്ന വാചകം ഇങ്ങനെയാണ്: ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ? ഞാൻ ചെയ്തതൊക്കെ പറഞ്ഞ ഒരു മനുഷ്യൻ, അവൻ ക്രിസ്തു ആയിരിക്കുമോ? ക്രിസ്തു മശിഹ വരുമ്പോൾ സകലവും വെളിപ്പെടുത്തി തരും എന്നുള്ള കാര്യം അവൾക്ക് ബോധ്യമാകുകയും അത് ക്രിസ്തു തന്നെ ആയിരിക്കും എന്ന് അവൾ സന്ദേഹം കലർത്തി പറയുകയും ചെയ്യുകയാണ്. എന്നാൽ സത്യത്തിൽ അറിയാം, ക്രിസ്തു വരുമ്പോഴാണ് സകല സത്യത്തിലും വഴി നടത്തുന്നത്. കർത്താവ് സകലവും വെളിപ്പെടുത്തി കൊടുക്കുന്ന ആളാണ് എന്നുള്ളത് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ പറയുകയാണ്, ഇത് സാക്ഷാൽ ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ കർത്താവിനെ രക്ഷിക്കപ്പെട്ടപ്പോഴുള്ള അറിവ്, അതോ ആ അറിവിനും തുടരുകയാണോ? അതോ കർത്താവിനോട് മണിക്കൂറുകൾ കൊണ്ട് സംഭാഷിച്ച ആ സ്ത്രീക്ക് വന്ന മാറ്റം നമുക്കുണ്ടാകാറുണ്ടോ? ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവൾക്ക് സംഭവിച്ചു. അവളുടെ ജീവിതത്തിൽ ഒരു സമൂലമായിരിക്കുന്ന മാറ്റം. യേശു കർത്താവ് അവളെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റി, അവളെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ മാറ്റി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശു കർത്താവിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചാണ്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്ത് തോന്നുന്നു? അതെ, നമ്മുടെ കർത്താവ് ആരാണ്? ഈ അണ്ടകടാഹം മുഴുവൻ ഉണ്ടാക്കിയ, എന്നെ പരിപാലിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ സൂക്ഷിക്കുന്ന ഒരു വലിയ ദൈവമായ കർത്താവാണ് എൻ്റെ കർത്താവ് എന്നുള്ളത് ഞാൻ നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ ആത്മീക വളർച്ചയിൽ ഒരു പുരോഗതിയുണ്ടോ? ഒരു ക്രമാനുഗതമായ പുരോഗതിയുണ്ടോ? ഇതാ ഈ സ്ത്രീക്ക് കേവലം മണിക്കൂറുകൾ കൊണ്ട് അങ്ങനെ ഒരു പുരോഗതി ഉണ്ടായി. നമ്മുടെയും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിക്കൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനകളോട് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.